നിമിഷ പ്രിയ കേസിനെ പറ്റി തന്നെയാണ്. കഴിഞ്ഞ ദിവസം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടുകൊണ്ട് നിമിഷ പ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ചാനലുകൾ ചർച്ചകളിലും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതിന്റെ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംഘപരിവാരവും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും അതുകൂടാതെ തന്നെ ചാണ്ടി ഉമ്മനും അവർ നിയോഗിച്ച അഡ്വക്കേറ്റും അടക്കമുള്ള പല വിഭാഗങ്ങൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഇതിൽ ശ്രദ്ധേയമായ കാര്യം എന്നുള്ളത്. അതുകൂടാതെ തന്നെ നിമിഷ പ്രിയയുമായി ബന്ധപ്പെട്ട ഈ ഒരു വധശിക്ഷ റദ്ദാക്കിയത് കാന്തപുരത്തിന്റെ ഇടപെടൽ മൂലമാണ് എന്നതാണ് ആത്യന്തികമായിട്ട് അവരുമായി ബന്ധപ്പെട്ട ആക്ഷൻ കൗൺസിൽ അടക്കം സ്ഥിരീകരിക്കുന്ന കാര്യം. എങ്കിൽ പോലും എന്തുകൊണ്ടാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടുകൊണ്ടാണ് ഇത് നടന്നതെന്ന് സമ്മതിക്കാതിരിക്കുന്നതിലുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത്, ഒന്ന് കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ കേരളത്തിലുള്ള ബന്ധപ്പെട്ട സർക്കാരുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ആളുകൾക്കോ അതുപോലെ തന്നെ സംഘപരിവാറിനോ ഈ കാര്യത്തിൽ കൃത്യമായിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യവും ഒരു ചർച്ചയും മുറുകുമ്പോഴാണ് അതിനിടയിലാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെടുകയും ഒരു പരിഹാരമുണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിലേക്ക് കടക്കുന്നത്. അഥവാ നിലവിൽ രാജ്യം ഭരിക്കുന്ന BJP സർക്കാർ, NDAയുടെ സർക്കാരാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഒരു പൗരന്മാർക്ക് ഏതെങ്കിലും രാജ്യത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ആ വിഷയത്തിൽ ഇടപെടുകയും അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്യേണ്ടത് തീർച്ചയായും കേന്ദ്രം ഭരിക്കുന്ന സർക്കാരുകളുടെ ബാധ്യതയാണ്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ പോലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നിമിഷ പ്രിയയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്യാനില്ല എന്നാണ് കേന്ദ്രം ഏറ്റവും അവസാനമായി സുപ്രീം കോടതിയെ ബോധിപ്പിച്ചിട്ടുള്ള കാര്യം. പക്ഷെ ഇന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയം പറയുന്നുള്ള കാര്യം, ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതുകൊണ്ടല്ല നിമിഷ പ്രിയയുടെ ഈ ഒരു വധശിക്ഷ റദ്ദാക്കിയത്, അതിന് മറ്റു കാരണങ്ങളുണ്ട് എന്നാണ്. എന്നാൽ യമനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ കുടുംബം ഇപ്പോൾ ചർച്ചകൾക്ക് തയ്യാറായി എന്നതാണ്. അതായത് നിമിഷ പ്രിയയുടെ മോചനം സാധ്യമാകണമെങ്കിൽ ആത്യന്തികമായിട്ട് ഇതിന് സമ്മതിക്കേണ്ടത് ഈ ഒരു തലാൽ എന്ന യമനി പൗരന്റെ കുടുംബമാണ്. ആ ഒരു കുടുംബം സമ്മതിച്ചാൽ മാത്രമാണ് ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാക്കി അവരുടെ മോചനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ മറ്റു വഴികൾ സാധ്യമല്ല. കാരണം അവിടെ ഒരു ക്രിമിനൽ കുറ്റകൃത്യം നടന്നു, അവിടെ ഒരു ഭരണകൂടം ഉണ്ട്, അവർ അവിടെ ഒരു നടപടികളിലൂടെ വിചാരണ നടപടികളിലൂടെ അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്, അവർ ചെയ്ത കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ എന്നുള്ളത്. പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് ഒരു തീരുമാനം ഉണ്ടാക്കണമെങ്കിൽ ആത്യന്തികമായിട്ട് ഇതിൽ ഇരയാക്കപ്പെട്ട തലാലിന്റെ കുടുംബമാണ് ഇതിന് മാപ്പ് നൽകേണ്ടതും അവരാണ് ദയാധനം സ്വീകരിച്ചുകൊണ്ട് ഇതിനുള്ള മോചനങ്ങൾ സാധ്യമാക്കാനുള്ള സാധ്യതകൾക്ക് തുടക്കമിടേണ്ടതും. പക്ഷേ ഇത്രയും കാലം തലാലിന്റെ കുടുംബവുമായി ഏതെങ്കിലും രീതിയിലുള്ള ബന്ധപ്പെടലുകൾ ഉണ്ടാക്കാൻ ഇവിടങ്ങളിലുണ്ടായ മറ്റുള്ള ആളുകൾക്ക് കഴിയാതിരിക്കുകയും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖേന അവിടെ ഉണ്ടായിരുന്ന സൂഫി പണ്ഡിതൻ മുഖേന അവരൊരു ബന്ധം ആ കുടുംബവുമായി ഉണ്ടാക്കിയെടുക്കുകയും അതുമൂലം അത്തരത്തിലുള്ള അടുത്ത നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അഥവാ ഇന്ത്യയിൽ നിലവിലുള്ള സർക്കാരുകൾക്ക് സാധിക്കാത്ത കാര്യം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള ഒരു മുസ്ലിം പണ്ഡിതൻ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കും ചെയ്യാൻ കഴിയുന്നു എന്നുള്ള സാഹചര്യം ഇവിടെ ചർച്ചയാക്കപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത് മറ്റൊരു തരത്തിലേക്കുള്ള പ്രചരണങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. ഇവിടെ കാന്തപുരം ഇടപെട്ടത് കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റാർക്കും ഇതിൽ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ചും യമൻ എന്നുള്ള രാജ്യം എന്നുള്ളത് കൃത്യമായിട്ട് രണ്ട് പ്രവിശ്യകളായി ഭരണം നടക്കുകയും ഒരു ഭാഗത്ത് ഹൂത്തി വിമതരാണ് ഭരണം നടത്തുന്നുള്ളത്, ഹൂത്തികളാണ് ഭരണത്തിൽ നടത്തുന്നുള്ളത്. അവർ നിലവിൽ ഇസ്രായേലുമായിട്ട് സംഘർഷത്തിലാണ്. ആ ഒരു വിഭാഗം കൈകാര്യം ചെയ്യുന്നിടത്താണ് നിമിഷ പ്രിയയുടെ ജയിൽവാസമുള്ളത്. അവിടെയാണ് ഇത്തരം നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഹൂത്തികളെ അംഗീകരിക്കാത്ത ലോകത്തിലുള്ള അമേരിക്ക അടക്കമുള്ള മറ്റു രാജ്യങ്ങൾ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഹൂത്തികളെ അംഗീകരിക്കാൻ അവരെ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കാനോ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ എംബസി പോലും അവിടെ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ അവിടെ ഒരു ചർച്ചകൾക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് അതിന്റെ യഥാർത്ഥ കാരണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ താൽക്കാലികമായിട്ട് റദ്ദാക്കിയ ഈ വധശിക്ഷ തുടർന്ന് ഏത് നടപടികളിലേക്ക് പോകും? അവർ ആ കുടുംബം ദയാദാനം സ്വീകരിച്ചുകൊണ്ട്
ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ചക്ക് തയ്യാറാവുമോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അത് നടന്നാൽ അവർ കുടുംബവുമായിട്ടാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. അവർ സമ്മതിച്ചാൽ മാത്രമേ നിമിഷ പ്രിയയുടെ കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള രക്ഷപ്പെടലുകൾക്ക് സാധ്യമാകുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഇനി ലോകത്തിലുള്ള ഏത് രാജ്യങ്ങൾ ഇടപെട്ടാലും, ഏത് രാജാക്കന്മാർ ഇടപെട്ടാലും, അല്ലെങ്കിൽ ഏത് പണ്ഡിതന്മാർ ഇടപെട്ടാലും, അവർ ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ അവിടുത്തെ ഭരണകൂടത്തിൽ ചെയ്താൽ പോലും അവരുടെ ഈ തലാലിന്റെ കുടുംബം സമ്മതിച്ചില്ല എങ്കിൽ അത് ഒരിക്കലും അസാധ്യമായ കാര്യമാണ് എന്ന് തന്നെയാണ് ആത്യന്തികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത്. തീർച്ചയായും രാജ്യത്തെ ഒരു പണ്ഡിതൻ എന്നുള്ള നിലക്ക്, ഒരു ഇസ്ലാമിക പണ്ഡിതൻ എന്നുള്ള നിലക്ക് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് ഇത്തരം ഒരു സ്വാധീനം മറ്റുള്ള രാജ്യങ്ങളിൽ ആർക്കും സ്വാധീനിക്കാൻ പറ്റാത്ത ഇടങ്ങളിൽ പോലും സ്വാധീനിക്കാൻ പറ്റുന്നു എന്നുള്ളത് വളരെ വലിയ ഒരു കാര്യമാണ്. അതുകൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാന്തപുര വിഭാഗം PR വർക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ കാന്തപുരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാന്തപുരത്തിന്റെ വലിയൊരു അനുയായി വൃന്ദമുണ്ട്. അവരൊരു PR ഏജൻസികളല്ല, അവർ ആത്മീയമായി തന്നെ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു PR വർക്കുകൾ കാന്തപുരത്തിന് വേണ്ടി പ്രതിഫലമില്ലാതെ നടത്തുന്നു അവരുടെ നേതാവ് എന്നുള്ള രീതിയിൽ അവർ അത്രത്തോളം അതിന് പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് അതിന്റെ ആത്യന്തികമായ കാരണം എന്നുള്ളത്. ഏതായാലും നിലവിലുള്ള സാഹചര്യത്തിൽ നിമിഷ പ്രിയയുടെ മോചനം സാധ്യമാകണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചേ തീരൂ. ആത്യന്തികമായിട്ട് ഈ തലാലിന്റെ കുടുംബമാണ് ഇതിൽ ആത്യന്തികമായി വിധി നിർണയിക്കേണ്ട കക്ഷി എന്നുള്ളത്.